ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് കൂടി സമാഗതമായിരിക്കുന്നു. ലോകം മുഴുവനും ക്രിസ്തുമസിൻ്റെ ആഹ്ലാദ തിമിർപ്പിലാണ്. എന്താണ് ക്രിസ്തുമസ്? ആദ്യ മനുഷ്യൻ പാപം ചെയ്ത് ഏദൻ തോട്ടം നഷ്ടപ്പെടുത്തിയപ്പോൾ ദൈവം പാമ്പിനോട് കൽപ്പിച്ചു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും. സ്ത്രീയുടെ സന്തതിയായി മനുഷ്യപുത്രൻ ജനിച്ച ആ വലിയ സുദിനമാണ് ക്രിസ്തുമസായി ക്രൈസ്തവർ ആഘോഷിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം പറയുകയാണ്, അവൻ ദൈവരൂപത്തിൽ ആയിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് ചിന്തിക്കാതെ സ്വയം ശൂന്യമാക്കി ദാസരൂപം സ്വീകരിച്ച് മനുഷ്യ സാദൃശ്യത്തിലായി. മനുഷ്യരൂപത്തിൽ തന്നെത്താൻ താഴ്ത്തി മരണത്തോളവും ക്രൂശിലെ മരണത്തോളവും തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതാണ് ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ആ വലിയ സുദിനം. പലർക്കും പല ചിന്തകളും കടന്നു വന്നിട്ടുണ്ട്. ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കണമോ എന്ന ചിന്ത പല വ്യക്തികളിലും രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്ന അക്ബറിനും ഈ ഒരു ചിന്ത ഉണ്ടായി. ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കണോ? തൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ബീർബലിനോട് അദ്ദേഹം ചോദിച്ചു, ദൈവം തന്നെ മനുഷ്യനായി അവതരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇതിൻ്റെ ഉത്തരം എനിക്ക് ഉടൻ തന്നെ ലഭിക്കണം. ബുദ്ധിമാനായിരുന്ന ബീർബൽ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഒരു സാവകാശം തരണം, ഇതിനുള്ള മറുപടി ഞാൻ രാജാവിന് തന്നുകൊള്ളാം. പ്രിയമുള്ളവരെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ഒരു കപ്പൽ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. രാജാവ് തയ്യാറായി കപ്പലിൽ പ്രവേശിച്ചു. തൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ബീർബൽ ഒത്തിരി നേരം കഴിഞ്ഞിട്ടും വരുന്നില്ല. ഒടുവിൽ അദ്ദേഹം ഓടിക്കിതച്ച് വന്നപ്പോൾ ചക്രവർത്തി കോപാകുലനായി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇത്രയും താമസിച്ചത്? ചക്രവർത്തിയോട് ബീർബൽ മറുപടി പറഞ്ഞു, ഞാൻ പോരാൻ നേരം അങ്ങയുടെ രാജകുമാരൻ എൻ്റെ കൂട്ടത്തിൽ പോരുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഒത്തിരി കരഞ്ഞു. ഞാൻ ആ രാജകുമാരനെയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചക്രവർത്തി തൻ്റെ തിരക്ക് കാരണം ഒന്നും ശ്രദ്ധിക്കാതെ കപ്പലിലേക്ക് പ്രവേശിക്കുകയാണ്. കപ്പൽ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ ബീർബൽ തൻ്റെ തോളിൽ കിടന്നിരുന്ന ആ രാജകുമാരനെ എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു. ഇത് കണ്ട് ചക്രവർത്തി, തൻ്റെ രാജകുമാരൻ മുങ്ങിത്താഴുന്നത് കണ്ട് ചക്രവർത്തി ആരോടും കൽപ്പിക്കാതെ തന്നെ കപ്പലിൽ നിന്നും താഴേക്ക് എടുത്ത് ചാടി തൻ്റെ രാജകുമാരൻ എടുത്ത് പൊക്കിയപ്പോഴാണ് അറിഞ്ഞത് അത് രാജകുമാരനായിരുന്നില്ല, പകരം ഒരു പ്രതിമയായിരുന്നു. അദ്ദേഹം കോപാവിഷ്ടനായി തിരിച്ച് കപ്പലിലേക്ക് കയറി ബീർബലിനെ ശകാരിക്കുവാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയാണ്, ഞാൻ അങ്ങ് ചോദിച്ചില്ലേ എന്തിനാണ് ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ പിറന്നത്? അതിൻ്റെ മറുപടി കണ്ടെത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ ഇവിടെയുണ്ടായിരുന്നു, അനേകം പരിചാരകന്മാരുണ്ടായിരുന്നു. എങ്കിലും സ്വന്തം പുത്രൻ വെള്ളത്തിൽ താഴുന്നത് കണ്ട് ഞങ്ങളോട് ആരോടും കൽപ്പിക്കാതെ തന്നെ അങ്ങ് സമുദ്രത്തിലേക്ക് ഇറങ്ങിച്ചാടിയത് എന്തിനാണ്? അതുപോലെ തന്നെയാണ് ദൈവം തൻ്റെ മക്കൾ നരകത്തിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹമില്ലാത്തത് കൊണ്ട്, തൻ്റെ മക്കളെ രക്ഷിക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് സ്വന്തം പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു. അപ്പോഴാണ് അക്ബർ രാജാവിന് അതിനൊരു മറുപടി കിട്ടിയത്. പ്രിയമുള്ളവരെ, നമ്മളെ രക്ഷിക്കുവാൻ, സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ, നരകത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. താൻ തിരഞ്ഞെടുത്തത് ഒരു മാതൃകയുള്ള ഒരു കുടുംബത്തെയാണ്. മറിയം എന്ന് പറഞ്ഞ പെൺകുട്ടിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ദൈവം മറിയമിനെ തന്നെ തിരഞ്ഞെടുക്കുവാൻ കാരണം, മാതൃകയുള്ള ഒരു അപ്പൻ്റെയും അമ്മയുടെയും മകളായി ജനിച്ച മറിയം 3 വയസ്സുള്ളപ്പോൾ ചരിത്രം നമ്മളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. 3 വയസ്സുള്ള മറിയം എന്ന് പറഞ്ഞ പെൺകുട്ടിയുമായി മാതാപിതാക്കൾ യെരൂശലേം ദേവാലയത്തിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ 3 വയസ്സുള്ള ആ പെൺകുട്ടി യെരൂശലേം ദേവാലയത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആലയത്തിലേക്ക് പ്രവേശിച്ചു.
13 വയസ്സ് വരെ ആ മറിയം എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കണ്ണുകൾ കണ്ടത് ദൈവത്തിൻ്റെ തേജസ്സായിരുന്നു. ആ മറിയമിൻ്റെ കണ്ണുകൾ കണ്ടത് ദൈവത്തിൻ്റെ മുഖമായിരുന്നു. ആ മറിയത്തിൻ്റെ കൈകൾ ഉയർത്തിയത് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയായിരുന്നു. ആ മറിയത്തിൻ്റെ അധരങ്ങൾ ചലിച്ചത് ദൈവവചനത്തെ പ്രകീർത്തിക്കുവാനായിരുന്നു. ആ മറിയത്തിൻ്റെ കാലുകൾ ചലിച്ചത് ദൈവ ആരാധനയ്ക്ക് വേണ്ടിയായിരുന്നു. ആ മറിയത്തിൻ്റെ ജീവിതം ആഗ്രഹിച്ചത് ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ കഴിച്ചുകൂട്ടുവാനായിരുന്നു. അതുകൊണ്ട് ആ മറിയത്തിന് ദൈവം തിരഞ്ഞെടുത്തു. ഗബ്രിയേൽ മാലാഖ ആ മറിയം എന്താണെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അടുക്കിലേക്ക് കടന്നു വന്ന് ദിവ്യമായ ദൂതറിയിച്ചപ്പോൾ, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞ് മറിയം ദൈവദൂതനെ കണ്ട് പരിഭ്രമിച്ചു. വിശുദ്ധ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദാവീദ് ഗ്രഹത്തിലുള്ള യൗസേപ്പ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് പരിഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയമേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ദൂതൻ ഇത് പറഞ്ഞപ്പോൾ നിഷ്കളങ്കയായ മറിയം ഒരു ചോദ്യം ചോദിച്ചു. ഒരു പുരുഷനെ അറിയായതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും? ഒരു നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ ഒരു ചോദ്യമാണ്. മറിയം ദൂതനോട് ചോദിച്ച ചോദ്യത്തിന് ദൂതൻ മറുപടി കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിക്കും. ആകയാൽ നിനക്ക് ജനിക്കുവാൻ പോകുന്ന വിശുദ്ധ സന്തതി ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ നിഷ്കളങ്കമായ ചോദ്യത്തിന് ദൂതൻ കൊടുത്ത മറുപടിയാണ്. പ്രിയമുള്ളവർ, അവളുടെ മനസ്സിലൂടെ അനവധിയായ വിചാരങ്ങൾ കടന്നുപോയി. ഒരു കന്യക ഗർഭം ധരിച്ചാൽ യഹൂദ നിയമപ്രകാരം പൊതുജന സമൂഹ മധ്യത്തിൽ അവൾ ആക്ഷേപിക്കപ്പെടും, അവളെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ ദൈവത്തിൻ്റെ ദൂതനാണ് പറഞ്ഞെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി അവൾ പറയുകയാണ്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. കല്ലെറിയുമെങ്കിൽ കല്ലെറിഞ്ഞോട്ട്, എന്നെ കൊല്ലുമെങ്കിൽ കൊന്നോട്ട്, പക്ഷെ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുവാൻ ആ യുവതി തയ്യാറായി. അതാണ് പരിശുദ്ധിയായ മർത്തമറിയാം അമ്മയുടെ ജീവിതം. എത്ര നിഷ്കളങ്കമായ ജീവിതം, ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം. ആ മറിയം തനിക്ക് ലഭിച്ച കൃപ ഒരിക്കലും മറച്ചു വച്ചില്ല. ആ സമയം തന്നെ തൻ്റെ ചാർച്ചക്കാരിയായിരുന്ന എലിസബത്തിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. പക്ഷേ കൃപ ലഭിച്ച എലിസബത്ത് ആ കൃപ ഒളിച്ചു വെച്ചു. പക്ഷേ മറിയം തനിക്ക് ലഭിച്ച കൃപ അത് തൻ്റെ സമൂഹത്തിന് പകരുവാൻ വേണ്ടി തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. തനിക്ക് ലഭിച്ച കൃപ പകർന്നു കൊടുക്കുവാൻ വേണ്ടി സമൂഹത്തിന്, തൻ്റെ ചാർച്ചക്കാരിയോട് പകർന്നു കൊടുക്കുവാൻ വേണ്ടി എലിസബത്തിനെ സന്ദർശിക്കുന്നു. എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് മാതാവ് മർത്തമറിയാം അമ്മ വന്ദനസ്വരം അറിയിച്ചപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രജ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ്, അവളുടെ ഉള്ളിലുള്ള പ്രജ പരിശുദ്ധാത്മാവ് കൊണ്ട് തുള്ളിച്ചാടി. അപ്പോൾ മറിയത്തിന് മറുപടി കൊടുത്ത എലിസബത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുന്നതിനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി? കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ, അത് ഒരു കന്യകയാകുന്ന പെൺകുട്ടി, അവൾക്ക് മറുപടി കൊടുത്ത എലിസബത്തിൻ്റെ വാക്കുകളാണ്, കർത്താവ് തന്നോട് അരുളി ചെയ്തത് ഉണ്ടാകുമെന്ന്, നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ. അമ്മയുടെ ജീവിതം അതായിരുന്നു, വിശ്വാസമുള്ള ഒരു ജീവിതം. കർത്താവ് തന്നോട് അരുളി ചെയ്തതെല്ലാം നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയായി. 2000 വർഷങ്ങൾ പിന്നിട്ടിട്ടും അമ്മയെന്ന് ലോകം വിളിക്കുകയാണ് ഭാഗ്യവതിയായ മർത്തമറിയം അമ്മ. ആ അമ്മയുടെ മകനായി പിറക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ആ മാതൃകയുള്ള ഒരു പെൺകുട്ടിയെ. വീണ്ടും തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന യൗസേപ്പിനെ കുറിച്ച് വിശുദ്ധ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ നീതിമാനായിരുന്നു.
പ്രിയമുള്ളവരെ, തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മറിയം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവളെ ഗൂഢമായി രഹസ്യമായി ഉപേക്ഷിക്കുവാൻ യൗസേപ്പ് തീരുമാനിച്ചു. പക്ഷേ വിശുദ്ധ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ നീതിമാനായിരുന്നു. അവൻ കിടന്നുറങ്ങുകയാണ്. തൻ്റെ മനസ്സിലൂടെ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ കടന്നുപോയി. തനിക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മറിയം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോഴും വിശുദ്ധ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു, യൗസേപ്പ് കിടന്ന് ഉറങ്ങുകയാണ്. ദൈവശാസ്ത്രവും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രവും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ഒരു മനുഷ്യൻ സ്വപ്നം കാണണമെങ്കിൽ ഡീപ്പ് സ്ലീപ്പ്, ഗാഢമായ നിദ്ര ഉണ്ടാകണം. ഇത്രയും പ്രതിസന്ധികൾ, പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ സ്വപ്നം കാണണമെങ്കിൽ അതൊന്നുമില്ലാതെ അവൻ വളരെ സുഖമായ നിദ്രയിലായിരുന്നു. ഇതാണ് യൗസേപ്പിൻ്റെ ജീവിതം. പ്രിയമുള്ളവർ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ഉറങ്ങുവാൻ പോലും സാധിക്കാതെ ജീവിതം മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഗുളിക സ്ലീപ്പിംഗ് പിൽസുകളാണ്. മനുഷ്യന് ഉറക്കം പറ്റുന്നില്ല. പക്ഷേ യൗസേപ്പ് ഇത്രയും പ്രശ്നത്തിന് നടുവിൽ അവൻ കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ, ഗാഢമായ നിദ്രയിൽ അവൻ സ്വപ്നം കാണുന്നു. ദൈവത്തിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നിനക്ക് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മറിയം അവൾ നിഷ്കളങ്കയാണ്, അവൾ ഗർഭിണിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിലാണ്, നീ അവളെ ചേർത്ത് കൊള്ളണം. പ്രിയമുള്ളവരെ, നിഷ്കളങ്കനായിരുന്നത് കൊണ്ട്, നീതിമാനായിരുന്നത് കൊണ്ട് യൗസേപ്പ് മറിയമിനെ ചേർത്തു. അവളെയുമായി അവൻ യാത്ര ചെയ്യുകയാണ്. തനിക്ക് യാതൊരു ശാരീരികമായ ബന്ധങ്ങളുമില്ലെങ്കിലും അവൻ മറിയമിനെ ചേർത്തുകൊണ്ടു. വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ആ കുടുംബം മാതൃകയുള്ള കുടുംബമായതുകൊണ്ട് ആ കുടുംബം ഒരിക്കലും തകർന്നില്ല, തളർന്നില്ല. കാരണം ആ കുടുംബത്തിൽ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ യേശു തമ്പുരാൻ വളരുകയായിരുന്നു, ഉണ്ണിയേശു വളരുകയായിരുന്നു. ഒടുവിൽ പ്രസവ സമയത്ത് ആരോരുമില്ലാതിരുന്നപ്പോഴും മറിയമും യോസഫും തളർന്നില്ല. കാരണം വയറിൽ കൈവച്ച് അവർ സന്തോഷം അനുഭവിച്ചു. അനേകം സത്രത്തിൻ്റെ വാതിലുകളിൽ മുട്ടി വിളിച്ചിട്ടും ഒരു സത്രവാതുക്കൾ പോലും അവർക്ക് പ്രവേശനം കിട്ടിയില്ലെങ്കിലും അവർ തളർന്നില്ല, തകർന്നില്ല. യേശു തമ്പുരാൻ അവരുടെ ജീവിതത്തിൽ, കുടുംബത്തിലുണ്ടായിരുന്നു. വീണ്ടും പ്രസവ സമയത്ത് ആരോരും ശുശ്രൂഷിക്കുവാനില്ലാതിരുന്നിട്ടും, പ്രസവ സമയത്ത് ആരോരും പരിചരിക്കുവാനില്ലാതിരുന്നിട്ടും ആ കുടുംബം തളർന്നില്ല. കാരണം കൈകാലിട്ടടിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവരാനന്ദം, സന്തോഷമെന്തെന്ന് അനുഭവിച്ചറിഞ്ഞു. എന്നാൽ ഒരു പ്രാവശ്യം മാത്രം ആ കുടുംബം തളർന്നുപോയി, തകർന്നുപോയി. യെരുശലേമിലെ പെരുന്നാളിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ എല്ലാമായിരുന്ന ബാലനായ യേശു അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. വിശുദ്ധ വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, മറിയം പരിഭ്രമിച്ചു. ഇതുവരെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും ആ കുടുംബം തളരാതെ, തകരാതിരുന്നത് യേശു ആ കുടുംബത്തിലുണ്ടായിരുന്നു. എന്നാൽ ആ കുടുംബം തളർന്നു പോയത്, മറിയം പരിഭ്രമിച്ചത്, ജോസഫ് ഭയപ്പെട്ടത്, ബാലനായിരുന്ന യേശു അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ, വിശുദ്ധ വചനം പറയുന്നു, യേശുവിനെ അന്വേഷിച്ച് അവർ 3 ദിവസം നടന്നു. ഒടുവിൽ യെരൂശലേം ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ ജീവിതം, സന്തോഷം തിരിച്ചു വന്നു. അവരുടെ ജീവിതത്തിൽ സമാധാനം തിരിച്ചു വന്നു. പ്രിയമുള്ളവരെ, ദൈവം ആ കുടുംബത്തെ തിരഞ്ഞെടുക്കുവാൻ കാരണം ഇതുമാത്രമായിരുന്നു, മാതൃകയുള്ള ഒരു മറിയമും ജോസഫും. അതുകൊണ്ട് ആ കുടുംബത്തിൽ യേശു തമ്പുരാൻ പിറന്നു. നമുക്കും നമ്മുടെ ജീവിതം മാതൃകയുള്ള ഒരു ജീവിതമായി, നീതിമാനാകുന്നത് കൊണ്ടും വിശുദ്ധനാകുന്നത് കൊണ്ടും അതുപോലെ വിശുദ്ധിയാകുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും നമുക്കും നമ്മുടെ ജീവിതം മാതൃകയുള്ള ജീവിതമാക്കുമെങ്കിൽ നാളത്തെ തലമുറ ദൈവത്തെ അറിയുകയുള്ളൂ. മാതൃകയുള്ള അപ്പനും അമ്മയ്ക്കും മാത്രമേ ദൈവം നല്ല മക്കളെ കൊടുക്കുകയുള്ളൂ. എൽക്കാനായിക്കും ഹന്നായിക്കും ദൈവം ശമൂവേലിനെ കൊടുക്കുവാൻ കാരണം മാതൃകയുള്ള ഒരു ജീവിതമായിരുന്നു. തൻ്റെ ഭാര്യ മച്ചിയാണെന്നറിഞ്ഞിട്ടും അവളെ ചേർത്തുകൊണ്ട് എൽക്കാന, ഹന്ന അവളുടെ സങ്കടം, തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യ പെനീന തന്നെ ഉപദ്രവിച്ചിട്ടും തന്നെ ആക്ഷേപിച്ചിട്ടും ഒരിക്കലും മറുപടി കൊടുക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം പകർന്ന ഹന്ന
മാതൃകയുള്ള ഒരു ജീവിതം നയിച്ചതുകൊണ്ട് മച്ചിയായിരുന്നിട്ടും ദൈവം അവൾക്ക് ശമൂവേലിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. എലിസബത്തിനും സക്കറിയാവിനും ദൈവം യോഹന്നാനെ കൊടുക്കുവാൻ കാരണം തൻ്റെ ഭാര്യ മച്ചിയായിരുന്ന അറിയാമായിട്ടും സക്കറിയാവ് ഒരിക്കലും അവളെ ഉപേക്ഷിക്കുവാനോ അവളെ കുറ്റപ്പെടുത്തുവാനോ തയ്യാറായില്ല. തൻ്റെ ഭർത്താവ് ഏറെ പ്രായമുള്ളവനാണ്, പക്ഷെ ഒരിക്കലും വയസ്സാ എന്ന് വിളിച്ച് കളിയാക്കിയതായിട്ട് ദൈവവചനം രേഖപ്പെടുത്തിയില്ല. മാത്രമല്ല, താൻ അനേകം വർഷക്കാലം ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല എങ്കിലും ഒരിക്കലും അവൻ ദൈവ ശുശ്രൂഷയിൽ നിന്ന് വിട്ടുപോയില്ല. അവൻ ഒരിക്കലും പറഞ്ഞില്ല ഇനി ഞാൻ പള്ളിയിലേക്ക് പോകുന്നില്ല എന്നവൻ പറഞ്ഞില്ല. നറുക്ക് വീഴുന്നതിനനുസരിച്ച് തൻ്റെ പൗരോഹിത്യ ക്രമമനുസരിച്ച് അവൻ ദൈവത്തെ ആത്മാർത്ഥമായി ശുശ്രൂഷിച്ചു. അപ്പോൾ ദൈവം യോഹന്നാനെ കൊടുത്ത് ആ മാതൃകയുള്ള ജീവിതത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം ഇറങ്ങി വരണമെങ്കിൽ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി വസിക്കണമെങ്കിൽ മാതൃകയുള്ള ഒരു വ്യക്തിത്വമായി നമ്മൾ രൂപാന്തരപ്പെടുത്തണം. നമുക്കും നല്ല തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ മാതൃകയുള്ള ഒരപ്പനും അമ്മയുമായി ജീവിച്ചാൽ നാളത്തെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുകയുള്ളൂ. ഇന്ന് ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ വർഷം നമ്മുടെ വെല്ലൂർ മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള സാന്ത്വന ഗൈഡൻസ് സെൻറ്റർ എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞ ബിടെക് 2ാം വർഷം പഠിക്കുന്ന ഒരു പെൺകുഞ്ഞ് കടന്നു വന്നു. ഏഞ്ചൽ എന്ന് പറഞ്ഞ കുഞ്ഞ് അസൽ മാലാഖയെ പോലെ സുന്ദരി, അതുപോലെ തന്നെ ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു കുഞ്ഞ്, ആരോടും ഒരു പ്രാവശ്യം സംസാരിച്ചാൽ ഒരിക്കലും മറന്നു പോകാത്ത ഒരു വ്യക്തിത്വം, അപ്പനും അമ്മയും അതുപോലെ ഭക്തിയുള്ള ഒരു കുടുംബം. പ്രിയമുള്ളവരെ, 2 വർഷത്തോളവും എന്നോടൊപ്പം അവർ പലപ്പോഴായി താമസിച്ചു. ഇന്നും ഞാൻ ഓർക്കുന്നു, ആ കൊച്ചെന്നോട് പറഞ്ഞ സാക്ഷ്യം, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കുഞ്ഞിന് ലിവർ സിറോസിസ് ബാധിച്ചതാണ്. പക്ഷേ ലിവർ സിറോസിസ് ആ കുട്ടിയെ തളർത്തിയില്ല. കാരണം ദൈവത്തോട് കൂടുതൽ വിശ്വാസമുള്ളൊരു കുഞ്ഞ് ലിവർ സിറോസിസിൻ്റെ മധ്യത്തിൽ ആ രോഗത്തെ അതിജീവിച്ച് പ്രാർത്ഥന കൊണ്ട് ജയിച്ച് ആ കൊച്ച് ഓരോ ദിവസവും പഠനത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും A+, +2 എല്ലാത്തിനും A+. ക്ലാസ്സിൽ പോകുന്നത് വളരെ ചുരുക്കം, പലപ്പോഴും വീട്ടിലിരുന്നാണ് പഠിത്തം. പക്ഷെ അത്രയ്ക്കും ബുദ്ധിമതിയായ, അത്രയ്ക്കും വിനയമുള്ള ഒരു കുഞ്ഞ്. അതിന് ബിടെക്കിന് അഡ്മിഷൻ കിട്ടിയപ്പോഴാണ് രോഗം വീണ്ടും ഗുരുതരാവസ്ഥയിലെത്തി വെല്ലൂർ സെൻറ്ററിൽ കടന്നു വരുന്നത്. എന്നോടൊപ്പം ആ കുഞ്ഞ് 2 വർഷത്തോളവും താമസിച്ചു. കൊച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സെൻറ്ററിൽ നടക്കുന്ന സന്ധ്യാപ്രാർത്ഥനയിൽ നിമിഷ പ്രാർത്ഥന ചെല്ലുന്ന ഒരു കൊച്ച്, ഇതുപോലെ പാട്ടുപാടുന്നൊരു കൊച്ച്, മാത്രമല്ല തൻ്റെ രോഗാവസ്ഥയിലായിരുന്നിട്ടും അയൽവക്കത്തെ റൂമുകളിലുള്ളവരോടൊക്കെയും യേശുവിനെക്കുറിച്ച് പറയുവാൻ താല്പര്യമുള്ള, എല്ലാവരോടും സംസാരിക്കുവാൻ താല്പര്യമുള്ള ഒരു കൊച്ച്. കഴിഞ്ഞ വർഷം 2016 നവംബർ മാസം അവസാനമായപ്പം വളരെ സിക്കായി വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിൽ ആ കൊച്ച് അഡ്മിറ്റായി. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പ്രോഗ്രാം ഡിസംബർ 3-ാം തീയതി നമ്മുടെ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. ആ കൊച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി, എനിക്കൊരു ഉപകാരം ചെയ്യണം. എനിക്ക് ഈ വർഷത്തെ നമ്മുടെ സെൻറ്ററിൽ വെച്ച് നടക്കുന്ന ക്രിസ്മസ് പ്രോഗ്രാമിന് എനിക്കും പങ്കെടുക്കണം. ഇനി ഒരിക്കൽ കൂടി പങ്കെടുക്കുവാൻ പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ കൊച്ചനോട് പേഴ്സണലി ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി ഡ്യൂട്ടി ഡോക്ടറോട് പറഞ്ഞ് അതിനുള്ള ക്രമീകരണം ചെയ്യണം. ആ കൊച്ചിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ, അത്രയ്ക്കും സ്നേഹവും അടുപ്പവും നല്ല ഒരു വിശ്വാസമുള്ളൊരു കുഞ്ഞിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ഞാൻ ഡ്യൂട്ടി ഡോക്ടറോട് പറഞ്ഞ് നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം നടക്കുന്ന അന്ന് വൈകുന്നേരം ഒരു 5 മണിക്കൂർ സമയം ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ ആ കുഞ്ഞിനെ നമ്മുടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. ഡോക്ടറോട് ചോദിച്ചപ്പോൾ തന്നെ ഡോക്ടർ നോ പറഞ്ഞു. പക്ഷേ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ തിരിച്ച് ആ കുഞ്ഞിനെ നമ്മുടെ സെൻറ്ററിലേക്ക് കൊണ്ടുവരുവാൻ അനുവാദം തന്നു. നമ്മുടെ സെൻറ്ററിൽ നടക്കുന്ന ക്രിസ്മസ് പ്രോഗ്രാമിന് ആ കുഞ്ഞ് പങ്കെടുത്തു. ആദ്യോടന്തം ഒത്തിരിയേറെ വേദന കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതെല്ലാം മറന്ന ആ കുഞ്ഞ് ക്രിസ്മസ് പ്രോഗ്രാമിന് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് ഷാർജ
സെൻറ്റ് മേരീസ് സൂനോറോ കത്തീഡ്രൽ പള്ളിയിൽ നിന്നും അനേകർ നമ്മുടെ സെൻറ്ററിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവരോടെല്ലാം വാതോരാതെ സംസാരിച്ചു ആ കുഞ്ഞ്. അത് കഴിഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞു, ഇനി തിരുമേനി എനിക്ക് അധികം നാൾ ഇല്ല എന്നാണ് തോന്നുന്നത്. തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാരണം ദൈവത്തിൻ്റെ കൃപ എനിക്ക് വേണം. ഞാൻ കരഞ്ഞാൽ എൻ്റെ അമ്മ ഒരിക്കലും സഹിക്കത്തില്ല. എൻ്റെ അമ്മ ഇതുവരെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വരാത്തത് കൊണ്ടാണ്. അപ്പൻ ഗൾഫിലാണ്, ആരോരും സഹായത്തിനില്ല. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവർ, അന്ന് രാത്രി തന്നെ ആ കുഞ്ഞിനെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ തിരിച്ച് അഡ്മിറ്റ് ചെയ്തു. ഞാൻ അന്ന് 7-ാം തീയതി തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരാൻ നേരം മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഏഞ്ചലിൻ്റെ മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനെ ഒരിക്കൽ കൂടി അവൾക്ക് കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുമേനി തീർച്ചയായും വരണം. ഞാൻ കടന്നു ചെന്ന് അവളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു. കാരണം സംസാരിക്കുവാൻ വയ്യാത്ത അവസ്ഥയിൽ അവളെന്നോട് പറഞ്ഞു, ചെവി ഇങ്ങോട്ടേക്ക് അടുത്ത് വെക്ക്, എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെവി അവളുടെ ചുണ്ടോട് ചേർത്ത് വിളിച്ചപ്പോൾ അവളെന്നോട് പറഞ്ഞു, തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവകൃപയ്ക്ക് വേണ്ടി, നല്ലൊരു അന്ത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോളൊരിക്കലും അങ്ങനെ പറയരുത്, ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ. പക്ഷേ ആ കൊച്ചനോട് വീണ്ടും പറഞ്ഞു, തിരുമേനി ഒരിക്കലും പ്രാർത്ഥിക്കാതിരിക്കരുത്, ദൈവകൃപയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ലൊരു അന്ത്യത്തിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുമേനി ഞാൻ മരിച്ചുവെന്നറിയുമ്പോൾ എൻ്റെ ശവസംസ്കാരത്തിന് വരുവാൻ പറ്റുമെങ്കിൽ വരണം. ആ സമയത്തിന് വരാൻ പറ്റിയില്ലെങ്കിൽ എന്നെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കണം. കാരണം 7-ാം ക്ലാസ് മുതൽ എൻ്റെ അമ്മ അനുഭവിക്കുന്ന വേദനയാണ്. അതുകൊണ്ട് തിരുമേനി അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വരണം. നിർഭാഗ്യവശാൽ ആ കൊച്ച് ഡിസംബർ 10-ാം തീയതി ലോകത്ത് നിന്ന് വേർപെട്ടു. ആ കൊച്ചിൻ്റെ ശവസംസ്കാരത്തിന് പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചില്ല. എങ്കിലും 3 ദിവസത്തിന് ശേഷം ആ വീട്ടിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവളെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലെ ഡോക്ടർ എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാവോ? തിരുമേനി, ഇതുപോലൊരു കുഞ്ഞ് മരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചിരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരു കുഞ്ഞ്, അവളുടെ മുഖം മരണസമയത്ത് അങ്ങ് സൂര്യനെ പോലെ കത്തിജ്വലിച്ചു. ഇതുപോലെ ചിരിച്ചുകൊണ്ട് എന്തോ ഒരു സൗഭാഗ്യ തീരത്തേക്ക് പോകുന്നത് പോലെ അനേകം മരണത്തിന് ഞാൻ സാക്ഷി നിന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ചിരിച്ചുകൊണ്ട് മുഖമിത്രയും ശോഭിച്ചുകൊണ്ട് മരിക്കുന്ന ഒരു കുഞ്ഞിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ആ കുഞ്ഞിന് അതിനെ യോഗ്യമാക്കി തീർത്തത് മാതൃകയുള്ള ഒരു അപ്പനും അമ്മയും, മാതൃകയുള്ള ഒരു ജീവിതം. എനിക്കും ഈ ക്രിസ്മസ് ആശംസിക്കുവാനുള്ളത്, മാതൃകയുള്ള ഒരു വ്യക്തികളായി നമുക്കും രൂപാന്തരപ്പെടാം. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ണിയേശു വന്ന് പിറക്കട്ടെ. യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന, യേശുവിനെ സമൂഹത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ചൂണ്ട് പലകകളായി നമുക്കും മാറാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ക്രിസ്മസ് ആശംസകളും എല്ലാ പുതുവത്സര ആശംസകളും ഞാൻ വിനയത്തോടെ നേരുന്നു. സംരക്ഷിത ജാതികളിൽ വരുവിൻ, പാടിൻ തനയൻ തൻ ജനനത്തിൽ സ്തോത്രം